പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അല്ലേ. ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഗുഡ് റിസൾട്ട് കിട്ടും എന്ന് വിചാരിച്ച് ഞാൻ ചെയ്ത് നോക്കിയൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് നല്ലൊരു റിസൾട്ട് എനിക്കതിൽ നിന്ന് കിട്ടിയില്ല. പ്രത്യേകിച്ച് ഞാൻ പിമ്പിൾസിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് എന്ത് സംഗതിയാണെന്ന് നോക്കാം. ഞാൻ വന്നിട്ട് നമ്മുടെ മാംഗോ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് കുറച്ച് കൂടുതലായിട്ട് മാങ്ങ കഴിച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ മാങ്ങ ഇച്ചിരി ഫൈബർ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. വൈറ്റിനും സ്കിന്നിനൊക്കെ ഇച്ചിരി നല്ലതാണ്. ബ്രൈറ്റനിങ് എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പിമ്പിൾസിനൊക്കെ നല്ലതാണ്. അങ്ങനെയാണ് നമുക്ക് വിചാരിച്ച് ഇച്ചിരി മാങ്ങ കൂടുതൽ കഴിച്ചു. കൂടുതൽ പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ മാങ്ങ കഴിച്ചു. അപ്പം ഞാൻ ഒരു ദിവസം ഒരു മാങ്ങ കഴിയുന്ന സ്ഥാനത്ത് ഞാൻ 1, 2, 3 മാങ്ങ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ നന്നായിട്ട് അരിഞ്ഞ് രാവിലെ ഒരു മാങ്ങ, ഉച്ചയ്ക്ക് ഒരു മാങ്ങ, പിന്നെ നൈറ്റ് കിടക്കാൻ നേരത്തൊരു മാങ്ങ, ഈ രീതിയിൽ കുറച്ച് മാങ്ങ കൂടുതൽ കഴിച്ചായിരുന്നു. അപ്പം ഇങ്ങനെ ഇത് കഴിച്ചത് കൊണ്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിമ്പിൾസ് കുറച്ച് കൂടുതലായിട്ടുണ്ടായി. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ഞാൻ നോക്കുന്നത് എന്താ മൂക്കിൽ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്. അപ്പം ഇതെന്താ ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നിട്ടേ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇട്ടുകൊണ്ടിരുന്ന സ്ഥിര പാക്കേജുണ്ട് പെക്കറിൻ്റെ ഒരു ഓട്സ്, മഞ്ഞൾ, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിമ്പിൾസിൻ്റെ ഹോമിയോ മെഡിസിൻസ് ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഷുഗർ കട്ട് ചെയ്യുകയാണല്ലോ, പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഞാൻ നോക്കി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ തുടങ്ങി ഞാൻ കഴിക്കുന്നതിൽ എന്താണ് ഇപ്പം വന്ന ഒരു പ്രശ്നമായിട്ടുള്ള കാര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി മാംഗോ എനിക്ക് പണിയുന്നതാണ്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു പീസ് 2-3 പീസൊക്കെ മാങ്ങ നമുക്ക് കഴിക്കാം, അതിലൊന്നും ഒരു തെറ്റില്ല കേട്ടോ. പക്ഷേ ഇച്ചിരി കൂടുതലായിട്ട് മാങ്ങ കഴിച്ചുകൂടാ. പ്രത്യേകിച്ച് ഷുഗർ ഇഷ്യൂസ് നമുക്ക് ബോഡിയിൽ അത് കൂടുതലായിട്ട് കൂട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ മാങ്ങ കാരണം പണി കിട്ടിയതാണെന്നുള്ളത് നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പം ഇത് കാരണമാണ് നമ്മളുടെ ഫേസിൽ എനിക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം ഇവരൊക്കെ പിമ്പിൾസ് കുറച്ച് കൂടുതലായി വന്നു. 2-3 ഐറ്റംസായിട്ട് കൂടുതലായിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ മാങ്ങയെന്ന് സ്റ്റോപ്പ് ചെയ്തു. പ്രത്യേകിച്ച് ഇച്ചിരി കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത് ഒരു ദിവസം 2-3 പീസ് കഴിക്കാം. പക്ഷേ മാങ്ങ സീസണാകുമ്പോൾ ഇപ്പോഴല്ലേ മാങ്ങ കിട്ടാത്തുള്ളൂ എന്നൊക്കെ വിചാരിച്ച് കഴിച്ചതാണ്. ദേവി ഇത് മുഖക്കുരു കൂടുതലായിട്ട് വരുന്നവർ, എന്നെപ്പോലെ ആക്നെ ഇത് കൂടുതലായിട്ട് വരുന്നവരാണെങ്കിൽ ദേവി ഇത് മാങ്ങ കഴിക്കുന്നത് വളരെ കുറയ്ക്കാൻ, ലിമിറ്റായിട്ട്. കൂടിപ്പോയാൽ ഒരു മാങ്ങയാണെങ്കിൽ അതിൻ്റെ ഹാഫ് മാത്രം എടുത്ത് തൊലി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രം കഴിക്കുക കേട്ടോ. അപ്പം എനിക്കങ്ങനെ കഴിച്ചു. എനിക്കൊരു പ്രശ്നം വന്നത് കൊണ്ടിട്ടാണ്. അപ്പം ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്നവരായിരിക്കും. ചില മാങ്ങ പക്ഷേ ഗുളികൾസ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പിമ്പിൾസ് വരുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ വീഡിയോ ഒന്നുമില്ല, ഞാനിത് കഴിച്ചു. അതുകൊണ്ടിട്ട് എനിക്ക് വന്ന കുറച്ച് ഇഷ്യൂസാണ് ഞാൻ പറഞ്ഞത്. അപ്പം ദയവ് ചെയ്ത് മാങ്ങ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിമ്പിൾസിന് തടയാൻ വേണ്ടിയിട്ട് കഴിക്കുന്നവരാണ്, ജലിനെ പോലെ വിചാരിച്ച് കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ലിമിറ്റേഷൻ കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ അടുത്തും എന്തെങ്കിലും പിമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിച്ചു എനിക്ക് റിസൾട്ട് കിട്ടാത്തതുമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ എടുക്കണം. ഓക്കെ.